അറിഞ്ഞില്ലേ? തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കാരായി രാജൻ. ആരാണ് കാരായി രാജൻ? ഓർമ്മയില്ലേ? ഒരു ഫസലിന് പത്രവിതരണവുമായി നടന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു പെരുന്നാൾ തലേന്ന് ഒരു സംഘം കൊലയാളികൾ വളഞ്ഞിട്ട് വെട്ടിയും കുത്തിയും കൊന്നത് മറന്നോ? കൊന്ന ശേഷം ഫസലിന്റെ ചോര പുരണ്ട വസ്ത്രം ഒരു അമ്പലത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് ഒരു നാടിനെ വർഗീയ ലഹളക്ക് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ആ ക്രൂരത മറന്നോ? CPM കൊന്നിട്ട് ആ കൊലക്ക് പിന്നിൽ RSS ആണെന്ന് പറഞ്ഞ് അതിന് വർഗീയ നിറം ചാർത്താൻ നടത്തിയ CPM നടത്തിയ ശ്രമം മറന്നോ? ആ അരും കൊല ആസൂത്രണം ചെയ്ത കൊലയാളിയാണ് കാരായി രാജൻ. ഒരിക്കൽ ഒരു കലാപം ഉണ്ടായതിൻ്റെ മുറിപാടും ഭീതിയുമായി കഴിയുന്ന തലശ്ശേരിയിലാണ് മറ്റൊരു കലാപത്തിന് വെടിമരുന്നിട്ട ഒരാളെ CPM ജനങ്ങൾക്ക് മുകളിൽ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പെരുന്നാൾ കാലത്ത് തൻ്റെ അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അന്നത്തെ 2.5 വയസ്സുകാരി ഫിദയോട് എന്ത് മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് ഒരിക്കൽ കോടതി വിധിച്ച ഒരു കൊലയാളിയെ കണ്ണൂർ ജില്ലയിൽ തന്നെ മത്സരിപ്പിച്ച് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളം മുഴുവൻ മെയ് 9 വേണ്ടിയുള്ള കാത്തിരിപ്പുകളിലാകുമ്പോൾ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി മാർച്ച് 9 വേണ്ടിയുള്ള കാത്തിരിപ്പിലാർത്തിയുമ്പോൾ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി മെയ് 4 ആയാണ് കാത്തിരിക്കുന്നത്. കാരണം അന്നാണ് ഫസൽ വധക്കേസിലെ ഉപരിവാദം. കാരായി രാജനെ പോലെ ഒരു കൊലയാളി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടത് സാംസ്കാരിക നായകൾ പേപ്പട്ടികൾ അങ്ങനെ തന്നെ വിളിക്കണം മിസ്റ്റർ രാഹുൽ. നായകരല്ല, സാംസ്കാരിക നായകരല്ല, അത് നായകളാണ്, പേപ്പട്ടികളാണ്. പിണറായി വിജയന്റെ അടിമപ്പട്ടികളാണ്. പിണറായി വിജയന്റെ മലം തിന്നുന്ന തീട്ടം തിന്നുന്ന പട്ടികളാണ് അവറ്റകൾ. ആ പറ്റകൾ മിണ്ടിയോ? ഇല്ല, മിണ്ടില്ല. കാരണം എന്താ? അവറ്റകളുടെ വായല് പിണറായി വിജയന്റെ തീട്ടം ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാ. ആ നായകൾ മിണ്ടില്ല, ആ പട്ടികൾ കുരക്കില്ല, ആ പേപ്പട്ടികൾ കുരക്കില്ല. ഇടത് ചിന്തകർ വിലപിച്ചോ? കോട്ടിട്ട ചില മാധ്യമ ജഡ്ജികൾ തലച്ചോ? ധാർമ്മികതയെ പറ്റി കവിതകൾ വന്നോ? മനുഷ്യത്വത്തെ പറ്റിയുള്ള കഥാപ്രസംഗങ്ങൾ വന്നോ? ഇല്ല. ചോദ്യങ്ങളില്ല, ആക്രോശങ്ങളില്ല, പൊതുവിചാരണയില്ല. മറന്നു. മലയാളിയാണെങ്കിലും കാരായി രാജൻ CPM ആണല്ലോ. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. രാഹുൽ മാങ്കൂട്ടം ഈ കുറിപ്പ് പങ്കുവെച്ചിട്ട് 17 മിനിറ്റ് മാത്രമാണ് ആയിരിക്കുന്നത്. വെറും 17 മിനിറ്റ്. മനസ്സിലായില്ലേ? ആ 17 മിനിറ്റ് മുമ്പ് രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ചിരിക്കുന്നൊരു കുറിപ്പാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കും രാഹുൽ മാങ്കൂട്ടം ആ കുറിപ്പ് പങ്കുവെച്ചിട്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കാരായി രാജൻ ആരാണ്? ഇപ്പോൾ ഞാനൊരു ചുരുക്കം പറയാം. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയിലെ ഒരു ബാറിൽ വെച്ചിട്ട്, ബാറിൻ്റെ പുറത്ത് വെച്ചിട്ട്, ബാറിനകത്ത് വെച്ചിട്ടല്ല, ബാറിന് പുറത്ത്, ആ കോമ്പൗണ്ടിനകത്താണ്, കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് വേണ്ട വിധത്തിൽ മദ്യസൽക്കാരം സേവിക്കുന്ന ആളുകളുടെ ചില ചിത്രങ്ങളും ചില ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ആരായിരുന്നു അവർ? ഈ പറയുന്ന ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന തടവുകാരായിരുന്നു. ആ തടവുകാർക്ക് മദ്യസൽക്കാരം നടത്തുകയാണ്. ആരാ നടത്തുന്നത്? കേരളത്തിൻ്റെ പോലീസ്. ആരാണ് അവർ? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ്, കൊട്ടേഷൻ സംഘങ്ങളാണ്, CPMൻ്റെ ക്രിമിനൽ ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾക്ക് വേണ്ട വിധത്തിൽ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഫസൽ വധക്കേസിലെ 1-ാം പ്രതി കാരായി രാജൻ അല്ലേ? ആ കാരായി രാജൻ ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഷംസീറിൻ്റെ മണ്ഡലമായ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുന്നു. ആര്? കാരായി രാജൻ. നിങ്ങളൊന്ന് ആലോചിക്കണം, എവിടത്തേക്കാണ് മത്സരിക്കുന്നത്? കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമാകാൻ വേണ്ടി മത്സരിക്കുന്നു. ആര് മത്സരിക്കുന്നു? ഒരു കൊലയാളി മത്സരിക്കുന്നു. നല്ല നമ്പർ 1 കൊലയാളി, നമ്പർ 1 ക്രിമിനൽ തലശ്ശേരിയിൽ.
കണ്ണൂർ ജില്ലക്കകത്ത് പ്രവേശിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ച അതേ കാരായി രാജൻ തലശ്ശേരിയിൽ മത്സരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ആരെയാ വെല്ലുവിളിക്കുന്നത്? അതല്ലെങ്കിലും അങ്ങനെയാണ്, വെല്ലുവിളികൾ എപ്പോഴും കോടതിയോടാണ്, ഇവിടുത്തെ നിയമ സംവിധാനത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് CPM എന്ന പാർട്ടി ഇത് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം അതൊരു ക്രിമിനൽ തെമ്മാടികളുടെ ഒരു സംഘമാണ്. വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു ക്രിമിനൽ തെമ്മാടികളുടെ ഒരു സംഘമാണ് CPM എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നല്ല ഒന്നാം തരം ക്രിമിനലുകൾ മാത്രം അടക്കി ഭരിക്കുന്ന ഒരു സംഘം. ആ സംഘത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചില ഒന്ന് രണ്ട് നല്ല ആളുകളെ കാണിക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഒരു സംഘത്തിൽ ഒന്ന് രണ്ട് ക്രിമിനലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അതുപോലെയാണ്. പക്ഷേ CPMൽ നേരെ തിരിച്ചാ, എല്ലാം ക്രിമിനലുകളുടെ സംഘമാണ്. പേരിന് ഒന്ന് രണ്ട് പേർ അവിടെയും ഇവിടെയും ഒക്കെ ചില ആളുകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. അതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരായി രാജൻ മത്സരിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിലോ, അവർ കള്ളുകുടിക്കുന്നതിലോ, അവർ ബാറിൽ കയറുന്നതിനോ, അവർ ഉല്ലസിക്കുന്നതിലോ ആനന്ദിക്കുന്നതിലോ ഒന്നും നമുക്കൊരു പ്രത്യേകമൊന്നും തോന്നേണ്ടതില്ല. നിങ്ങൾ ഈ രാജ്യത്ത് കോടതി തടവ് ശിക്ഷ വിധിച്ച് അല്ലെങ്കിൽ കോടതി കേസുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജയിലിലടച്ച ആളുകൾ, കോടതിയുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഇത് നടപ്പിലാക്കേണ്ടതൊക്കെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? വേണ്ട വിധത്തിൽ ഈ ആളുകളെയൊക്കെ സംരക്ഷിക്കുക. ഇപ്പോൾ എൻ്റെ പ്രശ്നം ഇവിടെയൊന്നുമല്ല. കുറേ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുണ്ടായിരുന്നു. വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയെ പോലും കാണിച്ചു കൊടുത്താൽ, നീ എനിക്ക് കൈ നിറയെ പണം തന്നാൽ നീ എൻ്റെ ഭാര്യയല്ല, ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ അവരെ, നീ ആരെ വേണമെങ്കിലും നീ പണിയിട്ട് പൊക്കോടാ എന്ന് പറയുന്ന തരത്തിലുള്ള കുറേ വേശ്യ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർ. ആ കൂട്ടിക്കൊടുപ്പുകാരെയൊന്നും എവിടെയും കാണാനില്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ധാർമ്മികത എന്നൊന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കൊലയാളി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ പറഞ്ഞതുപോലെ ഒരു പെരുന്നാൾ കാലത്ത് 33കാരനായ ഫസലിനെ തീർത്തിട്ട് അതാണ് കാരായി രാജൻ്റെ യോഗ്യത. എന്താ? ഫസലിനെ കൊന്ന കൊലയാളിയാണ് എന്നുള്ളതാണ് കാരായി രാജൻ്റെ യോഗ്യത അല്ലേ? ആ ഫസലിനെ അങ്ങ് തീർത്തിട്ട് കൊന്നിട്ട് അതിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന കാരായി രാജനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു ഒരു പാർട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതും ഏത് മണ്ഡലത്തിൽ? തലശ്ശേരി മണ്ഡലത്തിൽ. ആരുടെ മണ്ഡലം? AN ഷംസീർ മത്സരിച്ച് കേരളത്തിൻ്റെ സ്പീക്കറായ അതേ തലശ്ശേരിയിൽ നിന്ന് കാരായി രാജനെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു ഈ പറയുന്ന രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഘടകമാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കുരക്കാൻ വേശ്യ മാധ്യമങ്ങളില്ല. കേരളത്തിലെ സാംസ്കാരിക നായകൾ പേപ്പട്ടികളും കുരക്കുന്നില്ല, ഓരിയിടുന്നില്ല. എന്താ കാര്യം? എല്ലാത്തിൻ്റെയും മണ്ണാക്കിൽ പിണറായി വിജയൻ്റെ തീട്ടം നിറച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അല്ലേ? വല്ലാത്തൊരു ഗതികേടാ. ഇനി മറ്റൊരു കാര്യം കൂടി. ഏപ്രിൽ 4 അല്ലേ? മെയ് 4 എന്താണ് വരുന്നത്? മെയ് 4 റിസൾട്ട് വരും. അന്ന് തന്നെയാണ് ഫസൽ വധക്കേസിലെ ഉപരിവാദവും നടക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കുറേ നമ്മുടെ വിഷയം കുരക്കുന്ന ചിലക്കുന്ന പേപ്പട്ടികളുണ്ട്. അത് കുറേ എണ്ണത്തിൻ്റെ പേര് സാംസ്കാരിക നായകർ. ഏത് സംസ്കാരത്തിൻ്റെ നായകരാണ് ഇവരെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? സംസ്കാരമില്ലാത്ത നായകൾ എന്ന് വിളിക്കാം നമുക്ക് അല്ലേ? ഒന്നുകൂടി വേണമെങ്കിൽ പട്ടികൾ എന്ന് വിളിക്കാം നമുക്ക് അല്ലേ? ഇനി ഞാൻ സാംസ്കാരിക നായകൾ എന്ന് വിളിക്കുമ്പോൾ അത് സാംസ്കാരിക നായകൾ എന്നല്ല, സാംസ്കാരിക നായകർ എന്നാർക്കെങ്കിലും തോന്നിപ്പോകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ വാക്കൊന്ന് മാറ്റുക, സാംസ്കാരിക പട്ടികൾ എന്നാക്കുക. പിന്നെ കുറേ കോട്ടിട്ട വേശ്യ മാധ്യമങ്ങളും. ഒരാർക്കും ധാർമ്മികതയില്ല. ധാർമ്മികത അളക്കേണ്ട അർഹതയും
ആർക്കും യാതൊരുവിധ ധാർമ്മികതയും യാതൊരുവിധ അവകാശങ്ങളും അർഹതയും ഒന്നും ആർക്കും അളക്കേണ്ട. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു ഭൂലോക വ്യഭിചാരിയായിട്ടുള്ള ഗണേഷ് കുമാർ എന്ന് പറയുന്നവൻ നികുതിപ്പണം നക്കുന്ന മന്ത്രിയായി മാറുന്നു. ഫസൽ വധക്കേസിലെ കൊലയാളി കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുന്നു. വാ, എന്തൊരു അന്തസ്സാണെന്ന് നോക്കിയേ നിങ്ങൾ. ആ നിയമനിർമ്മാണ സഭയുടെ അന്തസ്. ഇവനെ പോലെയുള്ളവരൊക്കെ കയറിയിരുന്നാൽ പിന്നെ എന്ത് നിയമനിർമ്മാണ സഭയല്ലേ. ഒരു കൂട്ടം ക്രിമിനലുകൾക്കും വന്നു കയറാവുന്ന ഒരു കേന്ദ്രമായി അത് മാറുകയാണ്. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാണ് എന്നിട്ട് പ്രബുദ്ധരായ രാഷ്ട്രീയ കേരളം എത്രത്തോളം ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം പറയുന്ന ആരാ? നമ്മൾ കേരളമാണ്, നമ്മൾ മലയാളികളാണ്, നമ്മൾ പ്രബുദ്ധതയുള്ളവരാണ്, നമ്മൾ വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അങ്ങനെ എല്ലാത്തിലും നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന, നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? നല്ല നമ്പർ 1 കൊലയാളി. ആ കൊലയാളിയെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അത് മറ്റൊരാൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ കൊലയാളിയെ, ഫസലിനെ കൊല്ലാനും ഇപ്പോൾ കാരായി രാജനെ പാർട്ടി മത്സരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടി തന്നെയല്ലേ ഫസലിനെ കൊല്ലാനും കാരായി രാജനെ പറഞ്ഞു വിട്ടത്. ആ രക്തക്കറയുള്ള ഡ്രസ്സ് ഈ പറയുന്ന കലാപത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചതും പാർട്ടി പറഞ്ഞതനുസരിച്ചിട്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമനിർമ്മാണ സഭ. ആരുടേത്? നമ്മുടെ മലയാളികളുടേത്. അരെ വാ വാ, എന്തൊരു അന്തസ്സാണല്ലേ.